ഇത് ഞാൻ ചിന്നുവിൻ്റെ വീട്ടിൽ റാഗി ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഇന്നിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഇങ്ങനെ വോയിസ് കൊടുത്തിട്ടുണ്ടായില്ല, എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വോയിസ് കൊടുത്തിട്ടുണ്ടായില്ല. എനിക്ക് പനി പിടിച്ചുകൊണ്ടേ തീരെ വോയിസ് കൊടുക്കാൻ പറ്റുന്നുണ്ടായില്ല. ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം അതൊക്കെ എനിക്കിങ്ങനെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ല സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ നല്ല കഥപ്പ് പോലെ. പിന്നെ ഇപ്പോഴത്തെ പനി ആയതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം കേട്ടോ, ഭയങ്കരമായിട്ട് പകരുന്ന പനിയാണ്. എനിക്ക് എവിടുന്നോ നന്നായിട്ട് കിട്ടി, അത് ഞാൻ ശംഖുവിനും ചിന്നുവിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് പറ്റുന്നവർക്കൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്, വേറെ മാർഗ്ഗമില്ലല്ലോ. പിന്നെ പറഞ്ഞു വന്ന് എന്തായാലും റാഗി ദോശയുടെ കാര്യം. റാഗി ദോശേൻ്റെ കൂടെ കഴിക്കാൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വന്നപ്പോൾ എനിക്കാണ് ഈ തേങ്ങ ചിരണ്ടുന്നത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ശോകം പരിപാടിയാണ് ഈ തേങ്ങ ചിരണ്ടൽ. മെഷീനാണ് പിന്നെയും പ്രശ്നമില്ല, ഈ ചിരണ്ടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞു തേങ്ങ ചിരണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ പറയണത് അതിൻ്റെ കുടവേറ് കാരണം എനിക്ക് വീഡിയോ കിട്ടുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇവൻ നോക്കണമെന്ന് എനിക്കറിയില്ല. ഇവരുടെ രണ്ടുപേരും കുടവേറ് കാരണം, കുടവേറാണ് ഏറ്റവും ഫ്രണ്ടേ പോകുന്നത്, ഇവർ പിന്നാലെ ഈ മറ്റേ ഗർഭിണികൾ നടക്കുന്ന പോലെ. ഞാനിപ്പോൾ ഇവരെ പറയുന്നത് സീരിയൽ ഗർഭിണികളാണെന്നാണ് ഞാൻ ഇവരെ പൊതുവേ പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല അങ്ങനെ പറയാൻ കാരണം, വയറ് കുറക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, കേരളത്തിലെ ആൺകുട്ടികൾക്ക് വയറ് വേണമെന്ന്. അങ്ങനെ അവകാശപ്പെടുന്നവരെ പിന്നെ സീരിയൽ ഗർഭിണി എന്നല്ലാണ്ട് എന്ത് വിളിക്കാനാണ്? ഇത്രയും ജിമ്മിലൊക്കെ പോയിട്ടും എന്താണ് വയറ് കുറക്കാത്തതെന്ന് എനിക്കറിയില്ല. ഒരു പറഞ്ഞത് കേരളത്തിലെ ആൺപിള്ളേർക്ക് വയറ് വേണമെന്ന് അവകാശപ്പെടുന്നത് കൊണ്ടും പിന്നെ വയറ് കുറക്കാതിരിക്കുന്നത് കൊണ്ടും ഞാൻ ഇവരെ സീരിയൽ ഗർഭിണി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞു വന്നതായിരുന്നു, പിന്നെ നമ്മൾ ആ ടോപ്പിക്കിൽ നിന്ന് അങ്ങ് പോകുന്നു. ചമ്മന്തി ഉണ്ടാക്കുന്ന കാര്യം. ചമ്മന്തി ഉണ്ടാക്കി വേറൊന്നും കൊണ്ടല്ല, അമ്മ സാമ്പാർ തന്നപ്പോഴേ പകുതി ഉണ്ട്, അതിൻ്റെ പാത്രത്തിൻ്റെ പകുതി സാമ്പാറേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നല്ലോണം കഴിക്കാമല്ലോ. ഞാൻ കഴിക്കാനും നിന്നില്ല, ഉണ്ടാക്കി കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു. കാരണം ദോശയുടെ അളവ് വളരെ കുറവായിരുന്നു. അപ്പോൾ കഴിക്കുന്നവർ മര്യാദയ്ക്ക് കഴിക്കട്ടെ എന്ന് കരുതി.